ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63 മുതൽ 68 വരെയുള്ള വചനഭാഗങ്ങൾ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവൻ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആ കാലഘട്ടത്തിൽ യേശുവിനോട് കൂടെ അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നത് കാണുവാനായിട്ട് നമുക്ക് കഴിയും. അവരിൽ പലർക്കും അത്യാവശ്യമായിരുന്നത് രോഗസൗഖ്യവും, ചിലർക്ക് അപ്പനുറുക്കുകളും, ചിലർക്ക് ഭൗതികമായ ചില നന്മകളും ആയിരുന്നു അവരുടെ ആഗ്രഹങ്ങൾ. അതിന് അനേക പ്രിയപ്പെട്ടവർ കർത്താവിനെ പിൻപറ്റി. എന്നാൽ ഈ വചനഭാഗം ശ്രദ്ധിച്ചപ്പോൾ അത് വളരെ കഠിനമെന്ന് കരുതി പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ഈ വചനഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കർത്താവ് പറഞ്ഞത് കഠിനമെന്ന് തോന്നിയവർ പലരും കർത്താവിനെ വിട്ട് അവരവരുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഭാഗം താഴേക്ക് വായിക്കുമ്പോൾ 67-ാം വചനത്തിൽ യേശു തന്റെ 12 ശിഷ്യന്മാരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. 68-ാം വചനം, ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഒരു അറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ പിൻവാങ്ങി പോകാതെ കർത്താവിനെ മാത്രം പിൻപറ്റുവാൻ നമുക്ക് കഴിയൂ. ഇതാണ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതും. യേശുവിനെ പിൻപറ്റുന്നവർക്ക് നാം ഇന്ന് കാണുന്നത് പോലെ അനേക ഭൗതിക നന്മകൾ ലഭിക്കുക മാത്രമല്ല, മറിച്ച് അവർക്ക് നിത്യജീവൻ കൂടെ അവകാശമാക്കുവാൻ കഴിയും എന്നാണ് പത്രോസ്ലീഹ പറഞ്ഞതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നിത്യജീവൻ തരുവാൻ മറ്റ് ആർക്കും ഈ ലോകത്തിൽ കഴിയാതിരിക്കുമ്പോൾ, പലതും ലഭിക്കുമെന്ന് ചിന്തിച്ച് അനേകരുടെ പിന്നാലെ പലരും പോകുമ്പോൾ, ദൈവം പറയുന്നതും ദൈവത്തിന്റെ ആലോചനകൾ കേട്ട് ജീവിക്കുന്നതും കഠിനമെന്ന് തോന്നുന്നവർ പിൻവാങ്ങി പോകുമ്പോൾ, പത്രോസ്ലീഹ പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ കഴിയണം, ആരെല്ലാം അങ്ങേ വിട്ടുപോയാലും ഞങ്ങൾ വിട്ടുപോകുവാൻ തയ്യാറല്ല. കാരണം നിത്യജീവന്റെ മൊഴികൾ ഉള്ളത് നിന്നിൽ മാത്രമാണ്. അത് വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? ആയതുകൊണ്ട് നമുക്ക് നിത്യജീവൻ നൽകുവാൻ കഴിയുന്ന ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. ഇതിനം പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു ജഡത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്തും ആത്മാവിൽ നമ്മുടെ ഉള്ളിലും ഇരിക്കുന്നു. ആയതിനാൽ നിത്യത ലഭിക്കണം എങ്കിൽ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ നിയോഗത്തിൽ നടന്നാൽ മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും പ്രത്യേക കൂട്ടായ്മയ്ക്കോ അതിന്റെ പഠിപ്പിക്കലുകൾക്കോ നിത്യത നമുക്ക് തരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിന്റെ നടത്തിപ്പിന് വിധേയമായി നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.